എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് കൊല്ലം ജില്ല എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലം ജില്ല, ട്രിവാൻഡ്രം, നിയർ ബൈ ട്രിവാൻഡ്രം. അവിടെ എൻ്റെ അച്ഛൻ, അമ്മ, 2 സഹോദരങ്ങൾ, ഒരു സഹോദരി. അതിലൊരു സഹോദരൻ മരിച്ചു, ഒരു സഹോദരി മരിച്ചു. ഇനി ഒരു സഹോദരനും ഞാനും അമ്മയും മാത്രം. അച്ഛൻ മരിച്ചു. സഹോദരൻ, ബ്രദർ. എങ്ങനെ അവർ മരിച്ചത്? അവന് അറ്റാക്ക് വന്നിട്ട് മരിച്ചത്. ചേച്ചിക്ക് ന്യൂമോണിയ ആയിരുന്നു. അച്ഛനും അറ്റാക്ക് വന്ന് മരിച്ചു. ഞാനും എൻ്റെ ബ്രദറും അമ്മയും. അപ്പോൾ അതിന് മുമ്പ് അച്ഛൻ എന്താ അവരുടെ ജോലി? അച്ഛൻ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. എല്ലാ ജോലികള് അങ്ങനെ ജോലി ഇല്ലാതെ എങ്ങനായിരിക്കും? കടവുൾ ഏതോ കൊടുത്ത് അത് ഫോളോ പണി അപ്പായും അമ്മായും പോയിട്ട് അതൊക്കെ പിന്നാലെ ഞങ്ങൾ 4 പേരും പോയിട്ട്. അമ്മ എന്താ ജോലി ചെയ്തു? അമ്മ ജോലി ചെയ്തിരുന്നു. അമ്മക്ക് കാഷ്വാലിറ്റി ഫാക്ടറിയിലായിരുന്നു ജോലി. ഓഹോ, ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടു അമ്മനെ. അബൌട്ട് യു. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലായത് ഓക്കെ ഐ എം നോട്ട് നോർമൽ, ദാറ്റ് ഈസ് ഐ ഡോണ്ട് ബിലോങ്, ഈ ബോഡിയിൽ ഐ ഡോണ്ട് ബിലോങ് ഹിയർ അത് നമുക്കൊരു ടൈമിൽ മനസ്സിലാവും. അത് ചില പേർക്ക് 7th സ്റ്റാൻഡേർഡിൽ, ചില പേർക്ക് 5th സ്റ്റാൻഡേർഡിൽ. നിനക്ക് എപ്പോഴായത്? ദിസ് ഇസ് നോട്ട് എ നോർമൽ ഓർ അബ്നോർമൽ, ദിസ് ഇസ് അവസ്ഥ. ഒരു അവസ്ഥ മീൻസ് ഒരു സിറ്റുവേഷൻ, ഒരു ബോഡിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഹൂ ആമായി அந்த மாதிரி ഞാൻ பேசிட்டே இருந்தேன். ஆனால் சின்ன வயசுல எனக்கு தெரிஞ்சிட்டு நான் ஒரு ஆப்போசிட் நிற்கிற பிரதர் மாதிரி அல்ல, எனக்கு ஸ்பெஷலாக ஏதோ இருக்குது. நான் அக்கா மாதிரி தான் இருக்குது, என் அக்கா மாதிரி தானே நான் இருக்குது. ஆனால் மென்டாலிட்டி மொத்தமே அக்கா மாதிரி தான். ஆனால் சின்ன வயசு 5 வயசு இருக்கும்போது அம்மாவுக்கிட்ட ഞാൻ சொல்லிட்டேன், ஏன் அம்மா அண்ணனுக்கு வாங்கி கொடுக்குற ட்ரெஸ் மாதிரி எனக்கு வாங்கி கொடுக்காது, ப்ளீஸ் எனக்கு அக்காவுக்கு கொடுக்க மாதிரி எனக்கு கொடுக்கு, நான் பொண்ணு தான். அப்படி பேசிட்டேன். ஆனால் அது சின்ன வயசில் മലയാളത്തിൽ അത് കുഴപ്പമില്ല. ചെറിയ വയസ്സിൽ എനിക്കത് അങ്ങനെ ഒരു ഫീല് വന്നപ്പോൾ അമ്മയ്ക്കൊക്കെ തോന്നി, കുട്ടിക്കാലത്ത് പറയുമല്ലോ നമ്മൾ ഞാൻ അതാണ് ഇതാണെന്നൊക്കെ, അതായിട്ടാണ് കണക്കാക്കിയത്. പക്ഷെ വളർന്നു വരുന്തോറും അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ഇത് നമ്മൾ പിടിക്കുന്ന സ്ഥലത്ത് നിൽക്കില്ല, ഇത് കൈവിട്ട് പോയി, ഇത് എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് അതിലേക്ക് എത്താനുള്ള യാത്രയിലാണ് ഇതെന്ന് മനസ്സിലായി. നിനക്ക് എപ്പോഴാണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായില്ല. അല്ലല്ല, മനസ്സിലാവുന്നത് വെച്ചാൽ ഇപ്പോൾ ഇത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും, എനിക്ക് ജീൻസ് ഇടണം, എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഇത് ആഗ്രഹം. പക്ഷെ ഇതല്ല ഇത് എൻ്റെ ബോഡിയിൽ, ഇത് എനിക്ക് വേണ്ടിയ ബോഡിയല്ല, ഇത് ഞാൻ ചേഞ്ച് ചെയ്യണം, എനിക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവണം എന്ന് ഇത് ഒരു മനസ്സിലാക്കാൻ ഒരു കുറച്ച് ടൈം എടുക്കും. SSLC പരീക്ഷ, SSLC ടൈമിൽ 10th സമയത്ത് ഞാൻ ഞാൻ വന്നിട്ട് എനിക്ക് 2 വയസ്സ് മുന്നാടി ചേർത്ത് വെച്ചിരിക്കேன். എനിക്ക് 3 വയസ്സ് ഇരിക്കുമ്പോഴേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ വിട്ടിട്ടെ. അതെങ്ങനെ? അത് വന്നിട്ട് അന്ന് വന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ചെറിയ 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 സ്കൂളുകളൊക്കെ ഇങ്ങനെ ഓപ്പണായി വരുവാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു ആള് ഒരു സ്കൂൾ തുടങ്ങിയപ്പോൾ അവിടെ എണ്ണം തികയ്ക്കാൻ ആളില്ല. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെയും കൂടി പിടിച്ചുകൊണ്ട് അവിടെ ഇരുത്തി. അങ്ങനെയാണ് എന്നെ സ്കൂളിലേക്ക് വിടുന്നത്. ചേച്ചീനെയൊക്കെ കൊണ്ടുപോയി, ചേച്ചിയൊക്കെ 3rd സ്റ്റാൻഡേർഡിലായപ്പോഴത്തേക്ക് ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് കുട്ടികളില്ല. അപ്പോൾ വീട്ടിൽ വന്നിട്ട് എന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ SSLC എഴുതുമ്പോൾ എനിക്ക് 14 കഴിഞ്ഞു, 14 കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി സംതിങ് ഡിഫറെൻറ്റ് ഇൻ മൈ ബോഡി ആൻഡ് മെൻറ്റാലിറ്റി. അപ്പം ഞാനത് എവിടെയാ എക്സ്പ്രസ് ചെയ്യുക? ഐ ഡോണ്ട് ഹാവ് സ്പേസ്. അപ്പം എനിക്കത് എക്സ്പ്രസ് സ്പേസും ഇല്ല. അത് ആരുടെ അടുത്ത് പറയുന്ന പോലെ അറിയത്തില്ല. നമ്മളെ മാതിരി ആൾക്കാർ ഇപ്പോൾ കാണുന്നില്ല. അപ്പം ഞാൻ ആകെ ഒരു വറീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വീട്ടിലെ അവസ്ഥ, ഇത് ഞാൻ പറഞ്ഞാൽ എന്താകും എന്നൊക്കെ ഉള്ളത് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ഇൻസൈഡ് ഓഫ് മൈ മൈൻഡ്. എനിക്കതിങ്ങനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല, ആരോടും എനിക്ക് തുറന്ന് പറയാനും പറ്റുന്നില്ല. അതൊരുമാതിരി ഇങ്ങനെ ബും 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ നെഞ്ചിലിരുന്നു. അതന്നെ ആഫ്റ്റർ ഒരു 18 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വന്നു. ഞാൻ എസ്കേപ്പ്. എവിടെയാണ് എസ്കേപ്പ് ആയത്? കൊച്ചിയിലേക്ക്. എല്ലാവരും എസ്കേപ്പ് ആവുന്നത് ബോംബേക്കല്ലേ?
ആക്സിഡൻ്റലി എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ചിലപ്പം ഇങ്ങനെ ഷക്കീലമ്മയായിട്ട് ഇങ്ങനെ ഇരുന്നൊരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഒരു വിധി എൻ്റെ തലയിൽ വരച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം എന്നെ ഹൈദരാബാദിലേക്കോ ചെന്നൈയിലേക്കോ ബോംബെയിലേക്കോ ബാംഗ്ലൂരിലേക്കോ കൊണ്ടുപോകാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മേ ബി ഞാൻ അങ്ങോട്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ പൊസിഷൻ ഈ ഒരു സീറ്റിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി യെസ് ഇരിക്കില്ല. പക്ഷേ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, ആ കമ്മ്യൂണിറ്റീനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു, ലവ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാനും അങ്ങനെ ഒരു കൾച്ചറിലേക്ക് പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു മേഖലയായിട്ട് എന്താ പറയുക, ആഫ്റ്റർ മൈ സ്ട്രഗ്ലിംഗ് പീരീഡ് ഞാൻ എങ്ങനെയോ ആരോ എറിഞ്ഞ ഒരു പന്ത് മാതിരി ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന് വീണു. അത് ആരെറിഞ്ഞിട്ട് വീണതാണെന്നൊന്നും എനിക്കറിയില്ല, എങ്ങനെയോ ഞാൻ വന്ന് വീണു. വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നു, എനിക്ക് എൻ്റെ പിന്നിലുള്ള ഒരുപാട് പേരെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിൽ നിന്ന് ഉറച്ചു നിന്നുകൊണ്ട് കുറേ പേരെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കി. അതാണ്. ഓക്കെ. സോ ഇപ്പോൾ കൊച്ചിനിൽ വന്ന ശേഷം എന്താ ചെയ്തത്? ഇതൊക്കെ ആരാ പറഞ്ഞു കൊടുത്തത്? ഒന്നും പറഞ്ഞു തന്നില്ല, ആരും ഒന്നും പറഞ്ഞു തന്നില്ല. എനിക്ക് ഗൈഡ് ലൈൻ ചെയ്യാൻ ആരുമില്ലായിരുന്നു. എനിക്ക് സ്വയം ഡിസിഷൻ എടുക്കുക, അത് നല്ലതാണെന്ന് തോന്നി അതിലൂടെ പോവുക എന്നുള്ളത് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നിട്ടുള്ള അനുഭവം. ഇപ്പോഴത്തെ കുട്ടികൾ സോ ലക്കി, they are coming and change their costume and everything. പെട്ടെന്നെല്ലാം നടന്നു. കാരണം ഇപ്പോൾ നിന്നെ പോലെ അവർക്ക് മെന്റോർസ് ഇല്ല, കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ കിട്ടുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. ഇവനിപ്പോൾ അമ്മയില്ല, സഹോദരങ്ങളില്ല, മറ്റാരും തന്നെ ഇല്ല. എനിക്കൊരു നല്ലൊരു ബോണ്ടിങ് ഇല്ലാതെ പോയി. മേ ബി ഞാൻ അതുകൊണ്ടായിരിക്കാം കുറച്ച് വ്യത്യസ്ത ചിന്താഗതികളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നോർമലി എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കില്ല. ചിന്തിച്ചാൽ തന്നെ അതിനകത്തുള്ള നെഗറ്റീവും പോസിറ്റീവിനെ പറ്റി ഞാൻ സ്റ്റഡി ചെയ്യും. സ്റ്റഡി ചെയ്തതിന് ശേഷം അതെനിക്ക് റൈറ്റ്സ് എന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ആ ഡിസിഷൻ എടുക്കുകയുള്ളൂ. ഇവനിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും, ഫോർ എക്സാമ്പിൾ ഒരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു പ്രചരണത്തിന് അഭിപ്രായം പറയണമെങ്കിൽ പോലും ഞാൻ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യും. അതാണ് എൻ്റെ ഒരു വെറുതെ പോയി ചെയ്യും. ഇവനിപ്പോൾ ഒരാളെ സഹായിക്കണം എന്ന് തോന്നിയാൽ ഞാൻ അയാളെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്യും. കാരണം എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സഹായിച്ച് എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ സ്വയം പഠിക്കുമായിരുന്നു. വലിയ ലെസൺസുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അത് പഠിച്ചെടുത്തിട്ട് ഇത് റൈറ്റ് ഇത് റോങ് എന്നുള്ളതിനെ ഞാൻ തന്നെ അനലൈസ് ചെയ്യും. അതിനുശേഷം സഹായം ആവശ്യമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അവരെ ഏത് തരത്തിൽ എൻ്റെ ജീവൻ കൊടുത്തു പോലും ഞാൻ സഹായിക്കും.